Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ജൂലൈ 18 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റി 50 ഇൻഡെക്സ് 24,968 ക്ലോസ് ചെയ്തു. ഏകദേശം 0.72% കുറവ് രേഖപ്പെടുത്തി. പ്രധാനമായും IT ബാങ്കിംഗ് സെക്ടറുകളിൽ ഉണ്ടായ ദുർബല Q1 ഫലങ്ങളാണ് വിപണിയെ തളർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ത്യ ട്രേഡ് ഡീലിന്റെ അനിശ്ചിതത്വം, US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കുകളെ കുറിച്ചുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്നിവയും വിപണിയെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം മിഡ് ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 1.03%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആകട്ടെ 1.5% ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു. വിലയിരുത്തലുകൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കറക്ഷൻ സാധാരണയാണ് എന്നതിന്റെ തെളിവാണ് ഇവ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വീക്ക് FIS 6,671 കോടി രൂപയ്ക്ക് വിറ്റപ്പോൾ DIS 9,490 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നെറ്റ് നോക്കുകയാണെങ്കിൽ 2,819 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഏറ്റവും കൂടുതൽ സെൽ ചെയ്തത് 3,694 കോടി രൂപയ്ക്ക്. ഇന്ത്യൻ രൂപ US ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 86.16 എന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില $70.03 പെർ ബാരൽ ആയി തുടരുന്നു. ഇത് ഗ്ലോബൽ ടെൻഷനും സപ്ലൈ ആശങ്കകളും കാരണമാണ്. നിഫ്റ്റി മീഡിയ ഇൻഡെക്സ് 3.92% നേട്ടം നേടി. അതുപോലെ തന്നെ റിയൽറ്റി 1.95%, PSU ബാങ്ക്സ് 1.75% എന്നിങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറുവശത്ത് നിഫ്റ്റി IT 1.46%, പ്രൈവറ്റ് ബാങ്ക് 1.93% എന്നിങ്ങനെ മേഖലകളിൽ വലിയ നഷ്ടം കണ്ടു. ഇത് ദുർബല ക്വാർട്ടർ ഫലങ്ങളും ബാങ്കുകളുടെ നിസ്സാര പ്രകടനവുമാണ് കാരണമായത്. ആഗോള വിപണിയിൽ പോസിറ്റീവ് ടോൺ ഇപ്പോഴും തുടരുന്നു. US വിപണികൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 500 0.54%, ഡോ ജോൺസ് 0.52% എന്നിവയിൽ നേട്ടമുണ്ടായി. ശക്തമായ US റീറ്റെയിൽ ഡേറ്റയാണ് ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായത്. യൂറോപ്പിൽ FTSE 100 0.09%, ജർമ്മനിൽ DAX -0.12% എന്നിങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. ഏഷ്യൻ വിപണിയിലും ഹോങ്കോങ് 1.51%, ഷങ്കായ് കോമ്പോസിറ്റ് 0.50% എന്നിങ്ങനെയും സൂചികൾ ഉയർന്നപ്പോൾ സൗത്ത് കൊറിയയിലാകട്ടെ -0.13% എന്ന ചെറിയൊരു നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ആഴ്ച ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരിട്ട് പിരിക്കാവുന്ന നികുതിയിൽ ചെറിയ ഇടിവ് കാണിച്ചിരിക്കുന്നു. ജൂലൈ 10 വരെയുള്ള കണക്കുകൾ പ്രകാരം 5.63 ലക്ഷം കോടി രൂപയുടെ കുറവ് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 1.3% കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. കോർപ്പറേറ്റ് നികുതിയിൽ 3.7% ഇടിവുണ്ടായപ്പോൾ കോർപ്പറേറ്റ് അല്ലാത്ത നികുതിയിൽ 0.04% കുറവാണ് ഉണ്ടായത്. ജൂൺ 2025 പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ പകുതിയിലധികം നിർമ്മാണ മേഖലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഏകദേശം 2.3 ലക്ഷം കോടി മൂല്യമുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ റീറ്റെയിൽ ജൂണിൽ 2.1 താണു. ഇത് മെയ് മാസത്തിലെ 2.82 കുറവാണ്. ഭക്ഷ്യവസ്തുക്കളിലും പാനീയങ്ങളുള്ള വില കുറവ് തന്നെ ഇതിന് സഹായകമായി. ഇതൊരു ആദ്യമായി 6 വർഷത്തിന് ശേഷം ഭക്ഷ്യവിഭാഗത്തിൽ വില കുറയുന്നത് പ്രത്യേകതയായി. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള വസ്തു കയറ്റുമതി ജൂണിൽ 2.5% ഉയർന്ന് $8.3 ബില്യൺ ആയിരുന്നെങ്കിലും മൊത്തത്തിൽ കയറ്റുമതിയിൽ കുറവ് ഇപ്പോഴും തുടരുന്നു. 8.6%-ൽ നിന്നും 6.2%-ലേക്ക് GDP വളർച്ച കുറയുന്നത് നിലവിലുള്ള ഗ്രോത്ത് പാറ്റേൺസിനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ മുൻപിൽ നല്ല കമ്പനീസിൽ നിക്ഷേപിക്കാനും പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനും ഇതൊരു നല്ല അവസരമാണ്. സ്മോൾ ക്യാപ്, റിയൽറ്റി, മീഡിയ തുടങ്ങിയ സെക്ടറുകളിൽ മൊമെന്റം തുടരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഒറ്റനോട്ടത്തിൽ വിപണി ഇടിയുന്നു എന്നുള്ള ഭയം വേണ്ട. മറിച്ച് മോശം ഫലങ്ങൾ നൽകുന്ന സെക്ടറുകൾ ഒഴിവാക്കി മികച്ച പ്രകടനം നൽകുന്ന സെക്ടറുകളിലേക്ക് അലോക്കേഷൻ മാറ്റുക. ഇനി അടുത്ത ആഴ്ചയെക്കുറിച്ചും ക്വാർട്ടർ റിസൾട്ടുകളെ കുറിച്ചും നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് വീക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി മാർക്കറ്റ് പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും നൽകുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.